Hello friends, Python series മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡേറ്റാ ടൈപ്സ് എന്താണെന്നാണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി, സെറ്റ് എന്നിവയുടെ ചെറിയൊരു ഓവർവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. പൈത്തൺ സീരീസിലെ മറ്റ് രണ്ട് വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ചെന്ന് കാണുക. മേളിലൊരു ഐക്കാർഡും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. സോ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ചെന്ന് കണ്ടിട്ട് തിരിച്ചിങ്ങടേക്ക് വരിക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഹലോ ഫ്രണ്ട്സ്, ബി ടിപ്സ് ആൻഡ് ട്രിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൈത്തൺ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്ന് നമ്മൾ ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി, സെറ്റ് എന്നീ 4 കണ്ടെയ്നറുകളെ പറ്റിയായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇതെന്താണെന്നും ഇതിൻ്റെ ചെറിയൊരു ബേസിക് ഓവർവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നുള്ളൂ. ഓരോ കണ്ടെയ്നറിനെ പറ്റിയുള്ള സ്പെസിഫിക് വീഡിയോ നമ്മൾ ഇനി ഇറക്കുന്നതായിരിക്കും. കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഓവർവ്യൂ മാത്രമായിരിക്കും നോക്കുക. എന്താണ് അതിൻ്റെ യൂസ്, എങ്ങനെയാണ് അത് ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിൾ അല്ലെങ്കിൽ ഡിക്ഷണറി അല്ലെങ്കിൽ സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നമ്മുടെ ലിസ്റ്റാണ്. സോ എന്താണ് ലിസ്റ്റ്, ലിസ്റ്റ് എന്തിനാണെന്നാണ് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. സോ സ്റ്റുഡൻസിൻ്റെ നെയിം എനിക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നെയിം 1, നെയിം 2, നെയിം 3 എന്ന് റെക്കോർഡ് ചെയ്തതിനേക്കാൾ ഭേദം എല്ലാ നെയിംസും കൂടെ ഒരു കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇല്ലെങ്കിൽ പിന്നെ ഒരു 10 വേരിയബിൾ ആവും 10 സ്റ്റുഡൻസിന്. ഇതിപ്പോൾ ഒരു കണ്ടെയ്നറിൽ തന്നെ 10 സ്റ്റുഡൻസിൻ്റെ നെയിം ഉണ്ടെങ്കിൽ അത്രയും കൺവീനിയൻ്റ് ആയിരിക്കും എനിക്കത് യൂസ് ചെയ്യാൻ. സോ അതുപോലത്തെ യൂസിനായിരിക്കും ആണ് നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വേരിയബിൾ കൊടുക്കാം. അതായത് നമ്മുടെ ലിസ്റ്റിന് ഒരു പേര് വേണം. അതായത് ഇപ്പോൾ എനിക്ക് 1 to 10 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു 1 to 10 ഡിജിറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു പേര് വിളിച്ച് ആണല്ലോ ആ ലിസ്റ്റിനെ നമ്മൾ ഇനി പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരിക. സോ ഒരു പേര് നമ്മുടെ ലിസ്റ്റിന് വേണം. അപ്പോൾ ഞാൻ ഇവിടെ LST എന്ന് കൊടുത്തിരിക്കുന്നു. LST ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ്സിൽ അകത്ത് എന്ത് എഴുതുന്നതിനെ നമ്മൾ ലിസ്റ്റ് എന്ന് വിളിക്കും. സോ ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1 എന്ന് എഴുതുകയാണ്. സോ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LST എന്നതൊരു ലിസ്റ്റ് ആണെന്ന് ഞാൻ പറയും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈപ്പ് എന്ന ഫംഗ്ഷനെ പറ്റി പഠിച്ചായിരുന്നല്ലോ. നമുക്ക് അതൊന്നും ഇവിടെ യൂസ് ചെയ്ത് നോക്കാം. പ്രിന്റ് ടൈപ്പ് ഓഫ് LST. സോ ഇതൊന്നും മറന്നു പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ടൈപ്പ് എന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്ന ഈ ഒരു വേരിയബിൾ ഏത് ഡേറ്റാ ടൈപ്പിലുള്ളതാണെങ്കിൽ ഏത് ടൈപ്പിലുള്ളതാണെന്നാണ് ടൈപ്പ് എന്ന ഒരു ഫംഗ്ഷൻ നോക്കുന്നത്. സോ നമുക്കിനി ഇതൊന്ന് സേവ് ചെയ്യാം. ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യണം. ഞാനിവിടെ സെക്കൻഡ് ലെസൺ എന്ന് കൊടുക്കുകയാണ്. സോ അത് സേവ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് F5 കൊടുത്ത് റൺ ചെയ്യിക്കാം. ഓക്കെ, നമ്മൾ ചില കഴിഞ്ഞ തവണത്തെ പോലത്തെ തന്നെ എററാണ് നമുക്ക് ഇത്തവണയും വന്നിരിക്കുന്നത്. ഞാനത് ചെറുതായിട്ടൊന്ന് മറന്നുപോയി. സോ ഇവിടെ ഈ ലിസ്റ്റ് എന്ന് കൊടുത്തത് പൈത്തന് മനസ്സിലാകില്ല. ഞാൻ കഴിഞ്ഞ തവണ ഇതേ തെറ്റ് തന്നെ സംഭവിച്ചായിരുന്നു. നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്യാം. സോ ഇവിടെ ലിസ്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടെ LST എന്നത് ഒരു ലിസ്റ്റ് ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള എന്തിനേയും നമ്മൾ ലിസ്റ്റ് എന്ന് വിളിക്കും. നമുക്ക് ഒരു വാല്യൂ മാത്രമല്ല ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് 2, 3, 4, 5, 6, 7, 8, 9, 10. സോ ഇതെനിക്ക് 1 to 10 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ ഒരു ലിസ്റ്റാണ്. എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ പ്രിന്റ് LST എന്ന് എനിക്ക് കൊടുത്താൽ മതി. പ്രിന്റ് LST എന്ന് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം 1 to 10 വരെയുള്ള ഡിജിറ്റ്സ് ഇവിടെ പ്രിൻ്റായി കാണിച്ചിരിക്കുകയാണ്. സോ അതാണ് ബേസിക്കലി ലിസ്റ്റ് എന്നതുള്ളത്. നമുക്ക് ലിസ്റ്റിനകത്ത് ഇൻറ്റിജേഴ്സ് മാത്രമല്ല ഏതൊരു ഡേറ്റാ ടൈപ്പ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ 4 ഡേറ്റാ ടൈപ്പ് ഒന്ന് എൻ്റർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഒരു ഇൻറ്റിജർ, അതിനുശേഷം ഒരു ഫ്ലോട്ട്. ഡേറ്റാ ടൈപ്പുകളൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ കാണാതെ തീർച്ചയായിട്ടും ഞാൻ കാണുക. വീട്ടിലൊരു ഐക്കാർഡ് പോയിരുന്നുണ്ടാവും. ഇപ്പോൾ ഇൻറ്റിജറായി, ഫ്ലോട്ടായി, സ്ട്രിങ് ആയി. ഇനി നമുക്കൊരു ബൂളിയൻ വാല്യൂ കൂടെ വേണം. സോ ഇതെല്ലാം വാലിഡ് ആണ്. നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്യാം. കണ്ടോ, എല്ലാം വാലിഡ് ആണ്, കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ അതാണ് ലിസ്റ്റ് എന്നുള്ളത്. ലിസ്റ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല സാധിക്കുന്നത്, ലിസ്റ്റിലേക്ക് നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ സാധിക്കും, ഐറ്റംസ് എടുത്ത് കളയാൻ സാധിക്കും, നമുക്ക് ഒരു ലിസ്റ്റ് കോപ്പി ചെയ്യാൻ സാധിക്കും, ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലത്തെ കുറേ ഫങ്ഷൻസ് ഉണ്ട് നമുക്ക് ലിസ്റ്റായിട്ട്. അപ്പോൾ ലിസ്റ്റ് എന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കുറച്ചുകൂടെ നമുക്ക് അതിനകത്തേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. സോ അതെല്ലാം കൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വെച്ച് വീഡിയോ വലുതാക്കുന്നില്ല. ലിസ്റ്റിനെ പറ്റി ഒരു ഡിഫറെൻറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് ലിസ്റ്റ് എന്ന
ഒരു കണ്ടെയ്നറിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കണ്ടെയ്നറിലേക്ക് വരാം. ടപ്പിൾ, TUPLE, ഇതാണ് ടപ്പിൾ. സോ ടപ്പിൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടപ്പിളും വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ തന്നെയാണ്. പക്ഷേ ലിസ്റ്റിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് ടപ്പിൾ. അതായത് നമുക്കിപ്പോൾ പാസ്വേഡുകൾ സ്റ്റോർ ചെയ്യണം. അതായത് പാസ്വേഡ് എന്നത് ടോട്ടലി സെക്യൂർ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഏറ്റവും നമ്മൾ സേഫ് ആയിട്ട് വെക്കേണ്ട ഒരു സാധനമാണ്. സോ ആർക്കും അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ വെക്കുന്നത്. സോ അതുപോലത്തെ ഒരു കണ്ടെയ്നറായിട്ട് നമുക്ക് ടപ്പിളിനെ വേണമെങ്കിൽ കണക്കാക്കാം. അതായത് ടപ്പിളിനകത്ത് ഏതൊരു സാധനം ഉണ്ടെങ്കിലും നമുക്കതിനെ മാറ്റാനോ അല്ലെങ്കിൽ തിരുത്താനോ ഒന്നും സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ തവണ ലിസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും ലിസ്റ്റിലേക്ക് എലമെന്റ്സ് എടുത്ത് കളയാനും സാധിക്കുന്നതായിരിക്കും. പക്ഷെ ടപ്പിൾ അങ്ങനെയല്ല. ടപ്പിളിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു ടപ്പിൾ ഉണ്ടാക്കുകയാണ്. നമുക്കത് ടപ്പിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ ബാക്കി അതിൻ്റെ യൂസസ് ഒന്നുകൂടെ പറയാം. സോ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കുകയാണ്, TUP എന്നെടുത്തിട്ട് ലിസ്റ്റ് പോലെ തന്നെ നമുക്കൊരു പേര് സ്പെസിഫൈ ചെയ്യാം. ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് സ്ക്വയർ ബ്രാക്കറ്റ്സിലാണെങ്കിൽ ടപ്പിൾ നമ്മൾ ഉണ്ടാക്കുന്നത് പാരന്തസിസ് ആയിരിക്കും. സോ ഒരു ഓപ്പൺ പാരന്തസിസ്, ഒരു ക്ലോസ്ഡ് പാരന്തസിസ്. സോ ഇതിനകത്ത് എന്ത് എഴുതിയാലും നമ്മൾ അതിനെ ടപ്പിൾ എന്ന് വിളിക്കുന്നതായിരിക്കും. സോ ഞാൻ 1 2 3 4 5 6 എന്ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പാസ്വേഡ് രീതിയിലാക്കാം. നമുക്ക് ഇതിൻ്റെ ഒപ്പം നമുക്ക് ഓരോന്നും അവിടെ വയ്ക്കാം. 1 2 3 4 5 6 എന്നതിൻ്റെ ഒരു പാസ്വേഡാണ്. 1 എന്നതിൻ്റെ അടുത്ത പാസ്വേഡാണ്. സോ ഇത് രണ്ടും ഞാനൊരു ടപ്പിളിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയും TUP എന്നതൊരു ടപ്പിൾ കണ്ടെയ്നർ ആണെന്ന് ഞാൻ പറയും. നമുക്ക് ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാൻ പ്രിന്റ് ടൈപ്പ് ഓഫ് TUP എന്ന് കൊടുക്കുകയാണ്. നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. ഇവിടുത്തെ ടപ്പിൾ എടുത്ത് കളയാം. കഴിഞ്ഞ അടുത്ത പോലത്തെ തെറ്റ് ഞാൻ ഇത്തവണ ഉണ്ടാക്കുന്നില്ല. നമുക്ക് കാണാം ഇവിടെ ടപ്പിൾ എന്നാണ് വന്നിരിക്കുന്നത്. കറക്റ്റാണ്. പാരന്തസിസിലുള്ള എന്തിനാണ് നമ്മൾ ടപ്പിൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ആ 1 എന്ന് പറഞ്ഞ ഒരു വാല്യൂ എടുത്ത് മാറ്റിയിട്ട് TUP എന്നതിൽ ഒറ്റ ഒരു നമ്പർ മാത്രമാക്കി. അതായത് ഡിജിറ്റ്സ് പറയുന്നുണ്ടെങ്കിലും ഒരു നമ്പറാണുള്ളത്. ഇനി ഇതിനെ ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് TUP എന്നത് ഒരു ഇൻഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആണെന്നാണ് അവർ കാണിക്കുന്നത്. സോ അതെന്താണ്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടപ്പിളിനകത്ത് ഒരു സിംഗിൾ വാല്യൂ മാത്രമാണുള്ളൂ. ഒരു ടപ്പിളിൽ ഒരു സിംഗിൾ വാല്യൂ മാത്രമാണുള്ളതെങ്കിൽ ആ വാല്യൂ ഏത് ഡേറ്റ ടൈപ്പിലുള്ളതാണോ ആ ഒരു ഡേറ്റ ടൈപ്പ് ആയിരിക്കും ആ ഒരു ടപ്പിളിൻ്റെ ഡേറ്റ ടൈപ്പ് ആയിട്ട് കാണിക്കുക. സോ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന ഒരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. സോ ഞാൻ TUPയുടെ ടൈപ്പ് ചോദിച്ചപ്പോൾ അവർ ഇൻറ്റ് എന്ന് കാണിച്ചു. ഇനി ഇതിന് പകരം ഞാൻ ഒരു സ്ട്രിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ അരുൺ എന്ന പേര് കൊടുക്കുന്നു. ഞാൻ റൺ ചെയ്യുന്നു. സോ ഇത്തവണ ഇവിടെ ഉള്ളത് ഒരു സിംഗിൾ എലമെന്റ് മാത്രമാണ്. അത് സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. സോ ഞാൻ ഈ ഒരു വേരിയബിളിന്റെ ടൈപ്പ് നോക്കിയപ്പോൾ എനിക്കിവിടെ സ്ട്രിങ് എന്നാണ് കിട്ടിയത്. ഇനി ഞാനിവിടെ ഫ്ലോട്ടും കൊടുക്കാം. ഫ്ലോട്ട് കൊടുക്കുമ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ഫ്ലോട്ട് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, സിംഗിൾ വാല്യൂ ആണ് ടപ്പിളിലെങ്കിൽ ആ ഒരു സിംഗിൾ വാല്യൂ ഏത് ഡേറ്റ ടൈപ്പിലുള്ളതാണോ ആ ഒരു ഡേറ്റ ടൈപ്പ് ആയിരിക്കും ആ ഒരു വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് ആയിട്ട് നമുക്ക് കാണിക്കാം. സോ ടപ്പിൾ എന്നത് കുറച്ചുകൂടി ഒരു സെക്യൂർ ആയിട്ടുള്ള കണ്ടെയ്നർ നമുക്ക് വിളിക്കാം. കുറച്ച് പാസ്വേഡ് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസർ ID അതുപോലത്തെ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ സേവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ടപ്പിൾ എന്ന കണ്ടെയ്നർ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്ന കണ്ടെയ്നറാണ് ഡിക്ഷണറി എന്നുള്ളത്. ഡിക്ഷണറിയുടെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓഫീസിലാണ് നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ യൂസർ ID, പാസ്വേഡ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഈ 4 സാധനങ്ങൾ സ്റ്റോർ ചെയ്യണം. അതായത് നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഫോൺ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോൺ നമ്പർ, ഇമെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമെയിൽ, പാസ്വേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസ്വേഡ്. സോ ഇങ്ങനെ നമുക്ക് ഒരെണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊന്ന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഡിക്ഷണറി എന്ന ഈ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത്. ഡിക്ഷണറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ ഡിക്ഷണറി എന്ന് ഞാനൊരു പേരുണ്ടാക്കി. നമ്മൾ ലിസ്റ്റ് ഉപയോഗിച്ചപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ്, ടപ്പിൾ ഉപയോഗിച്ചപ്പോൾ പാരന്തസിസ്, അങ്ങനെയാണെങ്കിൽ ഡിക്ഷണറി ഉപയോഗിക്കുമ്പോൾ കേർലി ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതൊരു എംപ്റ്റി ഡിക്ഷണറി ആണ്. ഞാൻ ഇതിനകത്തേക്ക് എനിക്ക് ഒരാളുടെ നെയിം സ്റ്റോർ ചെയ്യണം. ആ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ എന്നതാണ്. സോ ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കുക. എനിക്ക് നെയിം എന്ന ഈ ഒരു വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് അരുൺ എന്ന വാല്യൂ വെക്കണം. സോ ഞാൻ എന്ത് ചെയ്തു, നെയിം : അരുൺ. ഇനി ഇതിനകത്തേക്ക് എനിക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ കോമ കൊടുത്തിട്ട് ഫോൺ എന്ന് കൊടുത്തു. ഫോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഫോൺ നമ്പർ വേണം.
സോ അതിന് ഞാൻ ഒരു 10 ഡിജിറ്റ് നമ്പർ 000 വെക്കുന്നു. അത്രയും വേണ്ട, ഇവിടെ വെച്ച് നമുക്ക് തീർക്കാം. സോ ഫോൺ നമ്പറായി. നമുക്കിനി ഇമെയിൽ വേണം. അടുത്ത കോമ എടുത്തിട്ട് ഇമെയിൽ കോളൻ, ഞാനിപ്പോൾ student@gmail.com എന്ന് കൊടുത്തു. ഓക്കെ, അതും നമ്മൾ കോഡ്സിൽ വെക്കണം, കാരണം അതൊരു സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. സ്ട്രിങ്ങിനുള്ളതെല്ലാം കോഡ്സിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇത്രയാണ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത് നമ്മുടെ ഡിക്ഷണറി. ഇനി നമുക്ക് ഈ ഡിക്ഷണറി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഡിക്ഷണറി എന്ന് ഞാൻ കൊടുത്തു, സേവ് ചെയ്തു. ഇവിടുത്തെ ഡിക്ഷണറി എടുത്ത് കളയാം. നമുക്ക് ഒന്നുകൂടെ സേവ് ചെയ്ത് റൺ ചെയ്യാം. സോ നമുക്കിവിടെ കാണാം നെയിം കറസ്പോണ്ടിങ് ആയിട്ട് അരുൺ, ഫോൺ നമ്പർ 0 എന്നത്. ഇവിടെ ഒരു 0 വരുന്നത് കാരണം ഇവിടെ ബാക്കിയുള്ള 0കൾക്ക് ശരിക്കും വാല്യൂ ഇല്ല. മാക്സിലും അതുപോലെ തന്നെയാണ്. ഇമെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് student@gmail.com. സോ അതാണ് ഡിക്ഷണറി യൂസ് മനസ്സിലായി കാണും. ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു വാല്യൂ വെക്കണമെങ്കിൽ നമുക്ക് ഡിക്ഷണറി യൂസ് ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കണ്ടെയ്നർ എന്നത് സെറ്റ് എന്ന പേരുള്ളതാണ്. SET. മാത്സ് പഠിക്കുന്നവർക്ക് സെറ്റ് എന്ന വാക്ക് പരിചിതമായിരിക്കും. മാത്സിൽ നമ്മൾ സെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഏകദേശം അതേ യൂസ് തന്നെയാണ് ഇവിടുത്തെ സെറ്റുകൾക്ക് ഉള്ളത്. ബട്ട് ഏകദേശം ലിസ്റ്റിനോട് സാമ്യമുള്ളതെന്ന് വേണ്ടി തന്നെ നമുക്ക് പറയാം. ഇനി സെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ സെറ്റ് 1 എന്ന് കൊടുത്തു, ഈക്വൽ ടു പേര് ഉണ്ടാക്കണം. സോ നമ്മൾ ആദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ലിസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റ്, നമ്മുടെ ടപ്പിളിന് പാരന്തസിസ്, നമ്മുടെ ഡിക്ഷണറിക്ക് കേർലി ബ്രാക്കറ്റ്സ്. സെറ്റിലേക്ക് വരുമ്പോഴും കേർലി ബ്രാക്കറ്റ്സ് തന്നെയാണ്. അതായത് ഡിക്ഷണറിക്കും സെറ്റിനും കേർലി ബ്രാക്കറ്റ്സ് തന്നെയാണ്. സോ ഞാൻ ഇവിടെ എടുത്തു. അതിനുശേഷം 1 2 3 4 ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു സെറ്റ് എന്ന, അപ്പോൾ ഞാൻ പറയും സെറ്റ് 1 എന്ന വേരിയബിൾ സെറ്റ് ടൈപ്പിലുള്ള സെറ്റ് കണ്ടെയ്നർ ആണ്. നമുക്ക് കണ്ടെയ്നർ എന്ന് നമ്മുടെ ഒരു ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നതാണ്. ശരിക്കും അങ്ങനെയല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഞാനിവിടെ പ്രിന്റ് സെറ്റ് 1 എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്തു. ഓക്കെ, തവണ സെറ്റ് എടുത്ത് കളയണം, ഓർത്ത് വരണ്ട്. സേവ് ചെയ്തു, F5 എടുത്ത് റൺ ചെയ്തു. നമുക്ക് കാണാം സെറ്റ് 1 അതേപോലെ തന്നെ പ്രിന്റായി കാണിച്ചിരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നോക്കാം. സെറ്റാണ് വരേണ്ടത്, എന്താണ് വരേണ്ടത് നമുക്ക് നോക്കാം. യെസ്, കറക്റ്റായിട്ട് സെറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സെറ്റ് ഏതാണ് പ്രിന്റ് ചെയ്ത് കാണിച്ചു, അതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. സോ ഇതാണ് സെറ്റ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സെറ്റും ലിസ്റ്റും ഏകദേശം ഒരേതുപോലെ തന്നെ തോന്നാം. നമുക്ക് സെറ്റിലെ കാര്യങ്ങൾ എടുത്ത് മാറ്റാനൊക്കെ പറ്റും. അങ്ങനെ മാറ്റാൻ പറ്റുന്നതിനെ, മാറ്റാൻ പറ്റാത്തതിനെ. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി, സെറ്റ് എന്നീ 4 കണ്ടെയ്നേഴ്സിന്റെ ബേസിക് ഓവർവ്യൂ ആണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അതിന്റെ ചെറിയ കുറച്ച് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റു വീഡിയോകളിൽ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. സോ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.